18-15 വയസ്സ് ചെക്കന്മാര് ഓൺലൈനിൽ മില്യൺസ് ഏൺ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ നിങ്ങളുടെ 20 to 30,000 സാലറി ഉള്ള ജോബ് ചെയ്യുന്നുണ്ടാവും. ഓൾസോ ദിവസങ്ങളായും എങ്ങനെ ഓൺലൈനിൽ മണി ഏൺ ചെയ്യാമെന്നും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഇതുവരെ ഒരു രൂപ പോലും ഉണ്ടാക്കിയിട്ടില്ല. തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ല, മറിച്ച് നിങ്ങളുടെ പെർമനന്റ് പ്രോബ്ലത്തിന് ടെമ്പററി സൊല്യൂഷൻ തരുന്ന ക്രിയേറ്റേഴ്സിന്റെ ഭാഗത്താണ്. ബ്രോ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ സൂക്ഷിച്ചു കേട്ടോ. ഓൺലൈൻ വർക്ക് അല്ല വേണ്ടത്, ഓൺലൈൻ ബിസിനസ് ആണ്. അത് നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചു തരുന്ന പോലെ. ആൻഡ് ബിലീവ് മീ, ഡേറ്റ എൻട്രി, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലത്തെ ബിസിനസ് മോഡൽസ് കൊണ്ട് ഒന്നും നടക്കൂല. ഓൾസോ ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്രൗഡഡ് ആയി കഴിഞ്ഞു. സോ നിങ്ങളുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ബെസ്റ്റ് ബിസിനസ് മോഡലിനെ കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് കോമ്പറ്റീഷനും കുറവാണ്. ഓൾസോ 2025 കഴിയുമ്പോൾ തന്നെ ഈ ബിസിനസ് നല്ലോണം ഗ്രോവും ചെയ്യും. ഫോറിനിലൊക്കെ ഈ ബിസിനസ് ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട്, ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒരു ബിസിനസ് മോഡൽ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനിയും 10ലധികം ബിസിനസ് മോഡൽസ് ഉണ്ട്. ലൈക്ക് കോമ്പറ്റീഷനും കുറവാണ്. ഓൾസോ 2025 കഴിയുമ്പോൾ തന്നെ നല്ല ഗ്രോത്തും ഉണ്ടാവും. സോ ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചിരിക്കുക. വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ നെയിം എന്തെന്ന് വെച്ചാൽ 2024 അവസാനിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും. കണ്ടന്റ് കൺസ്യൂമേഴ്സിനെക്കാളും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടുതലായി വരുന്നുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വർണ്ണ കോടാലി വേണം. ആ കോടാലിയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടുന്തോറും ഡിമാൻഡും കൂടുന്നുണ്ട്. അതായത് ക്രിയേറ്റേഴ്സിന് സ്പോൺസർഷിപ്പ് കൊണ്ടുവരുന്നവരും അല്ലെങ്കിൽ വലിയ വലിയ ബ്രാൻഡ്സിനൊപ്പം ആ ക്രിയേറ്റേഴ്സിനെ മീറ്റ് ചെയ്യിപ്പിക്കുക. ഇതിനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇന്റർമീഡിയറ്റ് വർക്ക് ചെയ്യണം. അതായത് ബ്രാൻഡ്സിന്റെയും ക്രിയേറ്റേഴ്സിന്റെ ഇടയിൽ ഒരു ഡീൽ സെറ്റ് ആക്കി കൊടുക്കണം. എന്നാൽ നിങ്ങൾക്ക് ബ്രാൻഡ്സിന്റെ നിന്നും ക്രിയേറ്റേഴ്സിൽ നിന്നും കമ്മീഷൻ വാങ്ങണം. ആൻഡ് ഇപ്പോഴത്തെ മാർക്കറ്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റേഴ്സിൽ നിന്ന് 15 to 25% വരെ കമ്മീഷൻ വാങ്ങാം. ശരിയാണ്, നിങ്ങൾക്ക് ക്രിയേറ്റേഴ്സിന് ഒരു സ്പോൺസർഷിപ്പിന് എത്ര പൈസ കിട്ടുമെന്ന് അറിയില്ല. ഒരു നല്ല സ്പോൺസർ 500K സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലിന് 10 ലക്ഷം വരെ കൊടുക്കും. ആൻഡ് ഈ 10 ലക്ഷത്തിൽ നിന്ന് 20% നിങ്ങൾ കമ്മീഷൻ വാങ്ങിയാൽ 2 lakhs ആയി. ആൻഡ് അതേസമയം നിങ്ങൾ 1 മന്തിൽ ഇതേപോലെ 2 ഡീൽ സെറ്റ് ആക്കുകയാണെങ്കിൽ 4 lakhs ആയി. അതും ജസ്റ്റ് 1 ക്രിയേറ്ററിൽ നിന്ന്. നിങ്ങളുടെ ഇതേപോലെ 10 ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ മന്തിന് 20 ലക്ഷം. ഇത് ജസ്റ്റ് ഇന്ത്യൻ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് മാത്രം പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ഫോറിൻ ക്രിയേറ്റേഴ്സിനെ പിടിച്ചാൽ നിങ്ങൾക്ക് ഒരു ഡീലിന് തന്നെ $20,000 വരെ കിട്ടും. ഇവിടെ നിങ്ങളുടെ എമൗണ്ട് ലക്ഷത്തിൽ നിന്ന് കോടികൾ വരെ എത്തും. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ നമ്പേഴ്സ് ഒക്കെ നല്ല വലുതാണ്, അല്ലെങ്കിൽ ഈ എമൗണ്ട്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമെന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ദ ഫാക്ട് ഈസ് കൂടുതലും ക്രിയേറ്റേഴ്സിനെക്കാളും ഇതേപോലത്തെ ഇൻഫ്ലുവൻസർ മാർക്കറ്റേഴ്സ് ആണ് മണി ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഫസ്റ്റ് നിങ്ങൾ ലിങ്ക്ഡിൻ, ഇൻസ്റ്റ പോലത്തെ സോഷ്യൽ മീഡിയ ആപ്പിൽ പോയിട്ട് ഏതൊക്കെ ബ്രാൻഡാണ് ഇപ്പോ ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നത് നോക്കണം. അല്ലെങ്കിൽ ഏതൊക്കെ ബ്രാൻഡാണ് സ്പോൺസർഷിപ്പ് റൺ ചെയ്യുന്നത് നോക്കണം. ശേഷം നിങ്ങൾ ഒരു നീഷ് ചൂസ് ചെയ്യണം. എന്നിട്ട് ആ നീഷിലുള്ള ഗ്രോയിങ് ക്രിയേറ്റേഴ്സിനെ റീച്ച് ഔട്ട് ചെയ്യണം. മോസ്റ്റ്ലി ഗ്രോയിങ് ക്രിയേറ്റേഴ്സിന് അറിയില്ല എങ്ങനെ ഒരു ബ്രാൻഡ് ഡീൽ എടുക്കണം. ആൻഡ് ഓൾസോ എത്ര മണിയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ജസ്റ്റ് ആ ക്രിയേറ്റേഴ്സിനോട് പറയണം. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു ഡീൽ സെറ്റ് ആക്കി കൊടുക്കും, പകരം ഒരു കമ്മീഷനും വാങ്ങും. സോ ക്രിയേറ്റേഴ്സിന് പൈസ വേണമെങ്കിൽ എന്തായാലും അവർ ഓക്കെ പറയും. ശേഷം നിങ്ങൾ ചൂസ് ചെയ്ത ബ്രാൻഡിനെ റീച്ച് ഔട്ട് ചെയ്തിട്ട് പറയണം നിങ്ങൾ ആ ക്രിയേറ്ററിന്റെ മാനേജറാണ് അല്ലെങ്കിൽ ടീം മെമ്പർ ആണ്. ആൻഡ് പ്രൈസിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഡീൽ ഡൺ ആയാൽ ബ്രാൻഡ് ആ ക്രിയേറ്ററിന്റെ അക്കൗണ്ടിൽ മണി സെൻഡ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മീഷനും വാങ്ങാം. ആദ്യമൊക്കെ ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സിൽ നിന്നും തുടങ്ങി അവര് വഴി വലിയ വലിയ ക്രിയേറ്റേഴ്സിന് വരെ ഡീൽ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ക്രിയേറ്റേഴ്സിന്റെയും ബ്രാൻഡ്സിന്റെയും ഇടയിൽ നല്ലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ. ഇതിന്റെ 90% കോൺവെർസേഷനും ഇമെയിൽ വഴിയായിരിക്കും. സോ നിങ്ങൾക്ക് ജസ്റ്റ് ChatGPT യൂസ് ചെയ്ത് തന്നെ ഒരു ഗുഡ് പ്രൊഫഷണൽ ഇമെയിൽ റെഡിയാക്കി സെൻഡ് ചെയ്യാം. ആൻഡ് ഇതിന്റെ ഒരു ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് PDF ഗൈഡ് എയർഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർഡ്രോപ്പിന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കയറിയിട്ട് DM അയക്കുക, ബിസിനസ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഗൈസ്, ഇതുവഴി നിങ്ങൾക്ക് നല്ലോണം പൈസ ജനറേറ്റ് ചെയ്യാം. ബട്ട് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ വില്ലിങ്സ് ആൻഡ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഫസ്റ്റ് ഉണ്ടായാൽ ബാക്കിയൊക്കെ നെറ്റ്വർക്ക് അനുസരിച്ച് തന്നെ പോയിക്കോളും. സോ ഗൈസ്, ഇനിയും 10ലധികം ബിസിനസ് മോഡൽസിനെ കുറിച്ച് പറയാനുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.